Hi and welcome to the new video. ഈ വീഡിയോയിൽ നമുക്ക് ത്രീ ഫേസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സംഭവം വലിയ കാര്യമൊന്നുമില്ല, ബേസിക് ഇക്വേഷൻസ് തന്നെയാണ് ഓർമ്മ വേണ്ടുള്ളൂ. അത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ പ്രോബ്ലം ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻസ് മാത്രം മതി. ആ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് സെഡ് എന്താണെന്നുള്ളത് ഓർമ്മ വേണം. സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി ആണ്. ഇപ്പോൾ ഇതിൽ ആക്ച്വലി എക്സ് സി അധികം വരുമൊന്നുമില്ല. സോ സെഡ് ഈക്വൽ ടു ഇവിടെ അധികം അപ്ലിക്കേഷൻ വരാൻ പോകുന്നത് ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ എക്സ് എൽ തന്നിട്ടില്ലെങ്കിൽ എക്സ് എൽ കണ്ടെത്താൻ അറിയണം എൽ ഒമേഗ ആണ് എന്നുള്ളത്. എൽ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് എന്നുള്ളത് അറിയണം. ഇതാണ് ഒരു കാര്യം. പിന്നെ വരാൻ പോകുന്നത് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ പോകുന്നത് ഫേസ് വാല്യൂസ് ആണ് കാണുക ആദ്യം. അതായത് നമ്മൾ സെഡ് എന്ന് പറയുന്നത് സെഡ് പി എച്ച് ആയിരിക്കും. സെഡ് പി എച്ച് ഈക്വൽ ടു ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ആർ പ്ലസ് ജെ എക്സ് എൽ. അത് ആക്ച്വലി ആർ പി എച്ച് പ്ലസ് ജെ എക്സ് എൽ പി എച്ച് എന്നുള്ള രീതിക്ക് വരും. അങ്ങനെ എഴുതണമെന്നില്ല, നിങ്ങൾ എഴുതുമ്പോൾ സെഡ് പി എച്ച് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ വോൾട്ടേജ് പെർ ഫേസിലേക്ക് ആക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുക ഐ പി എച്ച് ആണ്, കറണ്ടാണ് കാണാൻ പറഞ്ഞെങ്കിൽ വി പി എച്ച് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, സെഡ് പി എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. നേരെ തിരിച്ച് കറണ്ട് വോൾട്ടേജ് എന്നുണ്ട് സെഡ് പി എച്ച് ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇമ്പിഡൻസ് ആണെങ്കിൽ വി പി എച്ച് ഡിവൈഡഡ് ബൈ ഐ പി എച്ച് ചെയ്യുന്നത്. എന്തായാലും എല്ലാം ആദ്യം ഫേസിലാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് അതിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് സ്റ്റാറും ഡെൽറ്റയും വരുമ്പോൾ ആ റിലേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ സ്റ്റാറിലാണെങ്കിൽ എന്തായിരുന്നു റിലേഷൻ എന്നുള്ളത് ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ ഡെൽറ്റയിലായിരുന്നെങ്കിൽ എന്താണ് ഇക്വേഷൻസ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇപ്പോൾ സ്റ്റാറിലായിരുന്നെങ്കിൽ എന്ത് സെയിം ആണ്? കറണ്ട് സെയിം ആണ്. ഐ എൽ ഈക്വൽ ടു ഐ പി എച്ച് ആണ്. വി എൽ ഈക്വൽ ടു എന്താണ്? √3 വി പി എച്ച് ആണ്. അധികം ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവുക ലൈൻ വോൾട്ടേജ് ആയിരിക്കും പലപ്പോഴും. അപ്പോൾ അത് നമുക്ക് വി പി എച്ച് കാണേണ്ടി വരും, ഫേസ് വോൾട്ടേജ് കാണേണ്ടി വരും. അപ്പോൾ വി എല്ലിന് എന്ത് ചെയ്യേണ്ടി വരും? ബൈ √3 ചെയ്യേണ്ടി വരും. ഡെൽറ്റയിലാണെങ്കിൽ ഐ എൽ ആണ് √3 എന്ത് വരുന്നത്? ഐ പി എച്ച് വരുന്നത്. ബട്ട് വി എൽ ഈക്വൽ ടു എന്താ? വി പി എച്ച് ആണ്. അപ്പോൾ ഡെൽറ്റയിൽ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, നേരെ നമുക്ക് ആ വോൾട്ടേജ് എടുത്ത് ഉപയോഗിക്കാം. ഈ ഒരു ലോജിക്കാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ പവറിൻ്റെ ഇക്വേഷൻ ആണ്. പവർ ഞാൻ ഓൾറെഡി പറഞ്ഞു. പവർ ഈസ് ഈക്വൽ ടു 3 വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ ആണ്, അല്ലെങ്കിൽ √3 ആണ് മറ്റേത് വരിക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ അതായാലും ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ഓഫ് 8 plus 6j ohm per phase is connected to a three-phase 230 volt supply. Find the current, power factor, power and reactive volt ampere. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുക, ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്? സെഡ് പി എച്ച് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സെഡ് പി എച്ച് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 230 തന്നിട്ടുണ്ട്. 230 ചുമ്മാ തന്നാൽ ലൈൻ വോൾട്ടേജ് ആണ് എന്നുള്ള മനസ്സിലാക്കുക. ആ ഒരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. വി എൽ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. ഇനി ഇത് ഏതാണ് കണക്ഷൻ നോക്കുക. ബാലൻസ് തന്നെ ആയിരിക്കും, എന്തായാലും നിങ്ങൾക്ക് പ്രോബ്ലം വരും. സ്റ്റാർ കണക്റ്റഡ് ആണ്. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കണം. വി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ അല്ല, √3 വി പി എച്ച് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കാണണം? ആദ്യം വി പി എച്ച് കണ്ടെത്തിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ക്വസ്റ്റനിൽ വി എൽ വന്നിട്ടുണ്ട്. സോ വി പി എച്ച് അല്ലെങ്കിൽ വി പി ഈക്വൽ ടു, ഞാൻ തൽക്കാലം വി പി വന്നുകൊണ്ട് വി പി നിൽക്കാം. വി പി ഈക്വൽ ടു വി എൽ ബൈ √3 ആണ്. അപ്പോൾ 230 ഡിവൈഡ് ബൈ √3 ചെയ്യുക. ആ കിട്ടുന്നത് വെച്ചിട്ട് വേണം ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമാക്കിയിട്ടൊക്കെ ചെയ്യാം, അതിൻ്റെ നിർബന്ധമൊന്നുമില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ കറണ്ട് ആണ്. കറണ്ട് ഫേസ് കറണ്ട് ആണ് ആദ്യം കാണാൻ പറ്റുക. വി പി ഡിവൈഡ് ബൈ മോഡ് സെഡ് പി. ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഐ ഈസ് ഈക്വൽ ടു വി പി എച്ച് ഡിവൈഡഡ് ബൈ സെഡ് പി എച്ച്. അപ്പോൾ ആ രീതിക്ക് എഴുതുമ്പോൾ നമ്മൾ എന്താ, വി പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ളത് 132.79 ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതിയാലും ഓക്കെയാണ്, 8 plus 6j. ഇത് പ്രകാരം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു എന്താ പറയുക 13.279 ഒരു ആംഗിളും കൂടി ഉണ്ടാവും. ആംഗിളിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എന്ത് കറണ്ട്? ഫേസ് കറണ്ട് ആണ്. സ്റ്റാർ കണക്ഷൻ ആൻഡ് ലൈൻ കറണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? പവർ ഫാക്ടർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും എന്ത് കാണുന്നതായിരിക്കും നല്ലത്? ആംഗിൾ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു? 132.79 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 plus 6j ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ആകുമ്പോൾ ഐ അടിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് കിട്ടുക എന്താ പറയുക 13.279 ആംഗിൾ -0.643 കിട്ടും. -0.643. ഇതാണ് നമ്മളുടെ പവർ ഫാക്ടർ ആംഗിൾ. ഫൈ എന്ന് പറയുന്നത് -0.643 ആണ്, അതായത് ലാഗിങ് ആണ്. ഇപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ R/Z അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും മതി, കോസ് ഫൈ ചെയ്താലും മതി. കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് 0.643 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പവർ ഫാക്ടർ എന്താണ് കിട്ടുക? 0.8 തന്നെയാണ് കിട്ടുക. ശ്രദ്ധിക്കണം എന്ത് എഴുതാൻ? ലാഗിങ് എന്നുള്ള വാക്ക് മിസ്സാവരുത്. ഓക്കെ, പിന്നെ അതിൻ്റെ പവറാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഐ കോസ് ഫൈ ചെയ്യാം, അതായത് വി എൽ ഐ എൽ √3 വി എൽ ഐ എൽ കോസ് ഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കണമെന്നില്ല, എന്ത് എഴുതിയാൽ മതി? 3 വി പി എച്ച് വി പി ഐ പി
cos phi ചെയ്താൽ മതി. എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏത് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ സെയിം ആയിരിക്കും. അതേപോലെ റിയാക്റ്റീവ് വോൾട്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ 3 VPH IPH sin phi ചെയ്താൽ മതി, അല്ലെങ്കിൽ √3 VL ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 impedances having a resistance of 20 ohm and inductive reactance. Resistance 20 ohm തന്നിട്ടുണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസും തന്നിട്ടുണ്ട്. 15 ohm are connected in star. Again star ആണ്, വോൾട്ടേജ് 400 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താക്കണം? VP ആക്കി മാറ്റണം. VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL/√3. അത് ആദ്യം തന്നെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. കാൽക്കുലേറ്റ് ദ ലൈൻ കറണ്ട്, പവർ ഫാക്ടർ, ടോട്ടൽ. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് കണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് പവർ ഫാക്ടർ കാണണമെന്നില്ല. നേരെ നമ്മൾ എന്ത് തന്നെ ചെയ്യാം? IPH കാണുമ്പോൾ നേരെ VPH / ZPH ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യുന്ന നേരത്തെ 231 അത് മാറ്റിയിട്ടുണ്ടല്ലോ, ഡിവൈഡഡ് ബൈ ഫുൾ ആയിട്ടുള്ള ഇമ്പിഡൻസ് തന്നെ എഴുതുക. അതായത് 20 + 15J എന്ന് എഴുതുക. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആംഗിളും കൂടി കിട്ടും. അതിൻ്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പവർ ഫാക്ടർ കിട്ടും. ആ രീതിക്ക് ചെയ്താൽ മതി. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു മെത്തേഡാണ് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. പിന്നെ എഗെയിൻ വേറെ ഫൈൻഡ് ദ ലൈൻ കറണ്ട്, പവർ ഫാക്ടർ, ടോട്ടൽ പവർ ഇൻ ദ സർക്യൂട്ട്. ഇപ്പോൾ ഇവിടെ ചിത്രമായി വരച്ചത്, ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരു ചിത്രമായിട്ട് വരച്ചാൽ ചിത്രത്തിൽ ഒരു വോൾട്ടേജ് ഇട്ടുന്നുണ്ട്. ഇത് എന്ത് വോൾട്ടേജ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ലൈൻ വോൾട്ടേജ് ആണ്. അപ്പോൾ എഗെയിൻ ഇവിടെയും നമ്മൾ എന്ത് കാണണം? ആദ്യം VP കാണും. VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL/√3. അത് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. പിന്നെ ചിത്രത്തിൽ 3ഉം J4 തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ഇമ്പിഡൻസ് ആണ്, പെർ ഫേസ് ഇമ്പിഡൻസ് ആണ് 3 + 4J. ഇപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം ഇനി നേരത്തെ ചെയ്താർന്ന പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. IPH = എന്താ? VPH / ZPH ചെയ്യുന്നു. നമുക്കതിൻ്റെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും ആംഗിളും ആയിട്ട് കിട്ടും. I∠φ കിട്ടും. ബാക്കിയെല്ലാം അത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ, ബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ്. ഇത്ര നേരം സ്റ്റാർ ആയിരുന്നു. ഡെൽറ്റ കണക്റ്റഡ് ലോഡ് തന്നിട്ടുണ്ട്, പെർ ഫേസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ലൈൻ കറണ്ട് ചോദിച്ചിട്ടുള്ളത്, പവർ ഫാക്ടർ, ടോട്ടൽ പവർ. അപ്പോൾ ഇവിടെ ഡെൽറ്റ ആയതുകൊണ്ട് നമുക്ക് ആ വോൾട്ടേജ് നേരെ അതേപോലെ എന്തായിട്ട് എടുക്കാം? ഫേസ് ആയിട്ട് എടുക്കാം. ZPH തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് IPH = IP = എന്താ? VP / ZP ചെയ്താൽ മതി. VP / ZP ചെയ്യുമ്പോൾ 400 നേരെ ഫുള്ളായിട്ട് 8 + 6J ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിളും കൂടിയും ഡയറക്റ്റ് അവിടുന്ന് കിട്ടും. പിന്നെ അത് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പ്രോബ്ലത്തിലോട്ടൊന്നും പോകുന്നില്ല. അത് സെയിം ലോജിക്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന തന്നെയുള്ളൂ. റേഡിയനിലിട്ടിട്ട് ചെയ്യാൻ